നമസ്കാരം. വെട്ടിക്കാവുങ്കൽ പൂവൻപാറപ്പടിയിൽ വെച്ച് കൊല്ലപ്പെട്ട നീതു ആർ നായരുടെ വിയോഗത്തിൽ മനം നൊന്ത് ബന്ധുക്കൾ. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിലാണ് നീതു കൊല്ലപ്പെടുന്നത്. നീതുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിൽ പല കാര്യങ്ങളും നീതുവിന്റെ മാതാപിതാക്കൾക്ക് അറിയില്ല. ഭർത്താവിന്റെ പീഡനങ്ങൾ കാരണമാണ് കൊല്ലപ്പെട്ട നീതു ആർ നായർക്ക് ഭർത്തൃ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നത്. 7 വർഷത്തോളമായി മാറി താമസിക്കുകയായിരുന്നു. അമ്മയ്ക്കും അച്ഛനും മക്കൾക്കും ഒപ്പമായിരുന്നു നീതു കുടുംബ വീട്ടിൽ താമസിച്ചിരുന്നത്. വീട്ടിലെ ചെലവുകൾക്കായുള്ള കാശ് പോലും നൽകാതായതോടെയാണ് നീതു വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചത്. കുടുംബ വീട്ടിലെ വഴി സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് 2 മാസങ്ങൾക്ക് മുൻപാണ് നീതു വാടക വീട്ടിലേക്ക് മാറിയതെന്നും നീതുവിന്റെ അയൽവാസി ബന്ധുക്കളെ ഉദ്ധരിച്ച് മറുനാടനോട് പറഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുന്ന ദിവസമാണ് നീതു കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പ്രതികളുമായി എത്തി കറുകച്ചാൽ പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കേസിൽ ഓട്ടോ ഡ്രൈവർ മേലിട്ട് തകടി അമ്പഴത്തിനാൽ വീട്ടിൽ അൻഷാദ്, ഇയാളോടൊപ്പം കാറിലുണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളി ചാവടിയിൽ വീട്ടിൽ ഇജാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ചങ്ങനാശ്ശേരിയിലെ ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് നീതു. ചൊവ്വാഴ്ച രാവിലെ 9 വെട്ടിക്കാവുങ്കൽ പൂവൻപാറപ്പടിയിൽ വെച്ചാണ് നീതുവിനെ അൻഷാദ് കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തുന്നത്. ശേഷം കാറുമായി ഇവർ മല്ലപ്പള്ളി റോഡിലൂടെ രക്ഷപ്പെട്ടു. റോഡരികിൽ അബോധാവസ്ഥയിൽ കിടന്ന നീതുവിനെ ബൈക്ക് യാത്രക്കാരായ 2 പേരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇടിച്ച വാഹനം കണ്ടെത്താനായി പോലീസ് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്. സംഭവസ്ഥലത്തിന് സമീപം വെള്ള നിറത്തിലുള്ള ഇന്നോവ കാർ തിരിക്കുന്നത് കണ്ടുവെന്ന മൊഴിയും നിർണായകമായി. 16 വർഷം മുൻപാണ് നീതുവും കാഞ്ഞിരപ്പള്ളി സ്വദേശി രാജേഷുമായുള്ള വിവാഹം നടന്നത്. അയൽവാസിയായിരുന്നു കൊലപാതകയായ അൻഷാദ്. അൻഷാദുമായി നീതുവിന് സൗഹൃദമുണ്ടായിരുന്നുവെന്ന് പോലീസ് നിഗമനത്തിലെത്തിയതായി സൂചനയുണ്ട്. എന്നാൽ ഇതൊന്നും വീട്ടുകാർക്ക് അറിയില്ലെന്ന് അയൽവാസി മറുനാടനോട് പറഞ്ഞു. 7 വർഷം മുൻപ് രാജേഷും നീതുവും വിവാഹമോചനത്തിന് തീരുമാനിച്ചു. കൂത്രപ്പള്ളിയിലെ സ്വന്തം വീട്ടിൽ നീതു എത്തി. ഇതിനുശേഷം അൻഷാദുമായി സൗഹൃദത്തിലായി. സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു. 1.5 വർഷം മുൻപ് നീതുവും കുടുംബവും വെട്ടിക്കാവുങ്കലിലേക്ക് താമസം മാറി. 1 വർഷം മുൻപ് ഇരുവരും തമ്മിൽ പിണങ്ങി. അൻഷാദിനെ നീതു ഒഴിവാക്കി. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനമെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നീതുവിനെ ഇടിച്ച ശേഷം വെട്ടിക്കാവുങ്കലിൽ നിന്ന് മല്ലപ്പള്ളി റോഡിലൂടെ അതിവേഗം ഓടിച്ചുപോയ കാർ മുക്കടയിൽ ഉപേക്ഷിച്ച ശേഷം അൻഷാദും ഇജാസും ഓട്ടോയിലാണ് കാഞ്ഞിരപ്പള്ളിയിലെത്തിയത്. സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ വെള്ള നിറത്തിലുള്ള ഇന്നോവ കാർ കണ്ടെത്താനായി നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു. എന്നാൽ കാറിന് നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു. ഇതോടെ പോലീസ് സംഭവ സ്ഥലത്തിന് സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു. ഇതിൽ KL 52 S 3224 എന്ന നമ്പർ കണ്ടെത്തി. നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം നിർണായകമായി. എറണാകുളം സ്വദേശിയുടെ പേരിലുള്ളതാണ് കാർ. ഇയാളിൽ നിന്ന് വാടകയ്ക്കെടുത്ത പൊൻകുന്നം സ്വദേശിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നും കണ്ടെത്തി. അങ്ങനെ അന്വേഷണം അൻഷാദിലേക്ക് എത്തുകയായിരുന്നു. മണിമല മുക്കടയിൽ നിന്ന് വാടകയ്ക്കെടുത്ത വാഹനമാണ് അൻഷാദ് കൊലപാതകത്തിന് ഉപയോഗിച്ചത്. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഊരി മാറ്റിയ ശേഷമാണ് നീതുവിനെ ഇടിപ്പിച്ചത്. കൊലപാതകത്തിന്റെ ആസൂത്രണത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. ചങ്ങനാശ്ശേരിക്കുള്ള ബസ്സിൽ കയറാൻ നടന്നു പോകുമ്പോഴാണ് നീതുവിനെ കാറിടിച്ചത്. ഭർത്താവുമായി പിരിഞ്ഞു കഴിയുന്ന നീതു വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. നീതു ബസ് കയറാൻ പോകുന്ന സമയം തിരിച്ചറിഞ്ഞായിരുന്നു അപകടം ആസൂത്രണം ചെയ്തത്. സാമ്പത്തിക ഇടപാടുകളാണ് കൊലയ്ക്ക് പിന്നിലെന്നും പോലീസ് പറയുന്നു. അൻഷാദ് നൽകിയ തുക തിരികെ കൊടുക്കാത്തത് സംബന്ധിച്ചുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പറയുന്നു. എന്നാൽ ഇതൊന്നും നീതുവിന്റെ വീട്ടുകാർക്ക് അറിയില്ല. ഓട്ടോ ഡ്രൈവറായ അൻഷാദ് സുഹൃത്തായി ഇജാസുമായി ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഇജാസും ഓട്ടോ ഡ്രൈവറാണ്. നീതു പോകുന്ന വഴി കൃത്യമായി അറിയാവുന്ന അൻഷാദ് പൊൻകുന്നത്ത് നിന്ന് കാർ വാടകയ്ക്കെടുത്താണ് കൊല നടത്തിയത്. ഇജാസും ഈ സമയം കാറിലുണ്ടായിരുന്നു. നീതുവിനെ ഇടിച്ചിട്ട ശേഷം ഏതാനും മീറ്റർ നിരക്കി നീങ്ങിയെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്.